ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. നിങ്ങൾ കിനാവ് കണ്ട പെരുന്നാൾ കുപ്പായവുമായി ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനെടുപ്പ് വാങ്ങാം, കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ തന്നെ. ജില്ലയിലെ മികച്ച കുടുംബശ്രീ CDSനുള്ള അവാർഡ് വീണ്ടും വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീക്ക്. 2023-24 സാമ്പത്തിക വർഷം നടപ്പിലാക്കിയ വിവിധ പ്രവർത്തനങ്ങളിലെ മികവാണ് വരവൂർ CDSന് അവാർഡ് നിലനിർത്താൻ പ്രാപ്തമാക്കിയത്. കുടുംബശ്രീ ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകളായ മൈക്രോ ഫിനാൻസ്, കാർഷിക മേഖല, കാർഷികേതര മേഖല, സാമൂഹിക വികസനം എന്നീ മേഖലകളിലെ വേറിട്ട പ്രവർത്തനങ്ങളാണ് വരവൂർ CDSനെ അവാർഡ് നിലനിർത്താൻ സഹായകമാക്കിയത്. മികച്ച സംയോജന പ്രവർത്തനങ്ങളും ഭരണനിർവഹണവും പിൻബലമായി. മികച്ച ADSനുള്ള പുരസ്കാരം വരവൂരിലെ തിച്ചൂർ ADSനാണ്. മികച്ച ഓക്സിലറി സംരംഭത്തിനുള്ള അവാർഡും ലഭിച്ചു. 2023-24 സാമ്പത്തിക വർഷം നടപ്പിലാക്കിയ വിവിധ പ്രവർത്തനങ്ങളിലെ മികവാണ് വരവൂർ CDSനെ അവാർഡ് നിലനിർത്താൻ പ്രാപ്തമാക്കിയത്. വരവൂർ പഞ്ചായത്തിന്റെ സംയോജനത്തിലൂടെ തനത് പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ കുടുംബശ്രീക്ക് നടപ്പാക്കാനായി. സാമ്പത്തിക, സ്ത്രീ ശാക്തീകരണ, സാമൂഹിക മേഖലകളിൽ തിളങ്ങാൻ വരവൂർ കുടുംബശ്രീക്കായി. ഉപജീവന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി മികച്ച സംരംഭങ്ങൾ രൂപവൽക്കരിക്കുവാനും അതിദരിദ്ര കുടുംബങ്ങൾക്കുള്ള ഉപജീവന മാർഗം ഉറപ്പാക്കുവാനും വരവൂർ CDSന് സാധിച്ചു. തൊഴിലുറപ്പ് സംയോജന പ്രവർത്തനത്തിലൂടെ തരിശുഭൂമി കണ്ടെത്തി കുറുന്തോട്ടി, തീറ്റപ്പുൽ കൃഷിക്കും വിവിധ ഇനം പച്ചക്കറി കൃഷിക്കും അനുയോജ്യമാക്കി. ചങ്ങാലിക്കോടൻ, വരവൂർ ഗോൾഡ് എന്നറിയപ്പെടുന്ന കൂർക്ക കൃഷിയിലും മികച്ച മാതൃക തീർത്തു. ജലക്ഷാമം രൂക്ഷമായ വരവൂർ പഞ്ചായത്തിൽ 240 കിണറുകൾ കുഴിച്ച് വർഷങ്ങൾക്ക് മുൻപേ മാതൃക തീർത്തവരാണ് വരവൂർ കുടുംബശ്രീ അംഗങ്ങൾ. ഇതിന് ദേശീയ തലത്തിൽ അംഗീകാരവും ലഭിച്ചിരുന്നു. വരവൂരിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ പഠിക്കാൻ സൗത്ത് അമേരിക്കയിലെ ഓക്സ്ബർഗ് സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകർ എത്തിയിരുന്നു. തിച്ചൂരിലെ കുറുന്തോട്ടി കൃഷിയാണ് അവരെ ആകർഷിച്ചത്. കുടുംബശ്രീ ADS യൂണിറ്റുകളുടെ വേറിട്ട മാതൃകാ പ്രവർത്തനങ്ങളാണ് അംഗീകാരത്തിലേക്ക് നയിച്ചത്. ആർദ്രം കേരളം പുരസ്കാരം നേരത്തെ വരവൂരിന് ലഭിച്ചതുൾപ്പെടെ കൂട്ടായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണിത്. ചങ്ങാലിക്കോടൻ, കൂർക്ക കൃഷി എന്നിവയിലൂടെ മികച്ച സംരംഭകരായി മാറുവാൻ വരവൂർ CDSന് സാധിച്ചതിൽ മധുരം പങ്കുവച്ച പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത 7 വർഷമായി ജില്ലയിലെ കുടുംബശ്രീ നേട്ടത്തിൽ കുടുംബശ്രീ അംഗങ്ങളെ അഭിനന്ദിച്ചു. ഈ അവാർഡിലേക്ക് നയിച്ച ഘടകങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ അവാർഡിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച ആൾക്കാർ മുഴുവൻ ആളുകളെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രതിഫലമില്ലാതെ പണിയെടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഇത് തുടക്കത്തിൽ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന കുടുംബശ്രീയുടെ വേദികളിൽ പറയാറുണ്ട്, നമുക്ക് CDSന് എന്തെങ്കിലും കുറച്ചും കൂടി യാത്രാപത്താം, വേറൊന്നും വേണ്ട. തിച്ചൂരിന്നൊക്കെ ഇങ്ങോട്ട് വന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അവർക്ക് ഒരു വരുമാനവും, അതായത് CDS എന്ന രീതിയിൽ ഇല്ലാത്ത തരത്തിലാണ് അവരുടെ പ്രവർത്തനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കുടുംബശ്രീക്കാരാണ്. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനത്തിലും അവരും പഞ്ചായത്തും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് മറ്റു പഞ്ചായത്തിനെക്കാട്ടിലും ഏറെക്കുറെ പ്രത്യേകത വരവൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ടീമാണ്. ഇവിടെ ഒരു വേർതിരിവില്ല. നാളിതുവരെ ഇപ്പം നമുക്കറിയാം, നമുക്ക് ആദ്യമായിട്ടല്ല തുടർച്ചയായിട്ട് 7ാം തവണയാണ് വരവൂരിന് ഈ അവാർഡ് കിട്ടുന്നത്. 2009-10 തുടക്കം അവിടെ നിന്നാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഹിദായത്തുള്ള, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VK സേതുമാധവൻ, PS പ്രദീപ്, VT സജീഷ്, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷഫീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നേട്ടങ്ങളെക്കുറിച്ചും കുടുംബശ്രീയിലെ ഓരോ അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചും കുടുംബശ്രീ ചെയർപേഴ്സൺ VK പുഷ്പ സന്തോഷം പങ്കുവച്ചു. ഞങ്ങൾ ഇന്ന് ആത്മാഭിമാനത്തോടു കൂടിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ജില്ലയിൽ തന്നെ നമുക്ക് ബെസ്റ്റ് CDSന്റെ അവാർഡ് ലഭിക്കാൻ ഇത് 7ാമത്തെ പ്രാവശ്യമാണ് നമുക്ക് ആ അവാർഡ് തേടിയെത്തിയത്. നമ്മൾ ആ അവാർഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ കുടുംബശ്രീ തലം മുതൽ തന്നെ ADS ആയാലും കുടുംബശ്രീ അംഗങ്ങളായാലും CDS മെമ്പർമാരായാലും അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം പഞ്ചായത്ത് ഭരണസമിതിയും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള അവാർഡ് ലഭിക്കാൻ കഴിഞ്ഞത്. 4 മേഖലയിലും നമുക്ക് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ചു. മാത്രമല്ല നമ്മുടെ ഓക്സിലറി ഗ്രൂപ്പിലെ വ്യക്തിഗത സംരംഭത്തില്
പ്രവർത്തിക്കുന്ന കുട്ടിക്കായാലും അവർക്ക് അവാർഡ് ലഭിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തിച്ചൂര് 14ാം വാർഡ് ADSനും കരുത്തുറ്റ ADSന്റെ ഭരണസമിതിയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അവിടെ നമുക്ക് ആ ADSന് അവാർഡ് ലഭിക്കാനായിട്ട് സാധിച്ചത്. അതിലുപരി നമ്മുടെ ഓക്സിലറി ഗ്രൂപ്പ് ഓക്സിലറി ഗ്രൂപ്പ് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവർക്ക് തേടി ലഭിക്കാനായിട്ടും കഴിഞ്ഞു. VCV ന്യൂസ് വരവൂർ.